എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്ലാസ് 8 ആണ് കേട്ടോ. എട്ടാമത്തെ ഏതാണ് 2023 നടന്ന എട്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ. ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ട്. ഇത് LGS നിലവാരത്തിലാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിപ്പോ 7ാം ക്ലാസ് ആണ് അല്ലേ? ഇനി നമുക്ക് LD ലെവൽ 10th ലെവൽ എടുക്കുക. അത് കഴിഞ്ഞിട്ട് +1 +2 +2 ലെവലിലെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് ഡെയിലി ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ തീർത്തു പോകാം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ. സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് നമുക്ക് എന്താ പറയുക ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടെത്തിയിട്ട് നമുക്കത് ഇടാനും ഒക്കെ അത് നാളെ ഒരു ജോലിയിലേക്ക് നിങ്ങളെ എത്തിക്കാനും ഒക്കെ നമുക്കൊരു എന്താ പറയുക നമ്മുടെ ജീവിതത്തിന് അതൊക്കെ ഒരു ഭാഗമാകുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമല്ലേ. ഒരാളെങ്കിലും രക്ഷപ്പെടുക എന്ന് പറയുന്നത്. ഓക്കെ, കൂടെ ഞാനും രക്ഷപ്പെടട്ടെ. ഞാനിപ്പോൾ നമുക്ക് എന്താണ് ഒരുമിച്ച് ജോലി മേടിക്കണം. അപ്പോൾ ഞാൻ ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കൂടിയിട്ട് ഷെയർ ചെയ്തിട്ട് തരികയാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ. ഇത് 8ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. എക്സാം ദിവസം ഡിസംബർ എത്തി. ഡിസംബർ 16 ആയി, ഡേറ്റ് ആയി. അപ്പോൾ നാളെ 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 എന്ന് പറയരുത്. പഠിക്കുക, ഇനി സമയം കളയരുത്. കൂടുതലായിട്ട് ഒന്നും ഞാൻ പറയുന്നില്ല, എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇത് LGS നിലവാരത്തിൽ നടന്ന ഫെബ്രുവരി മാർച്ച് മാസത്തിൽ നടന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ? ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ അധികാരിയായിട്ട് 2022 നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? എന്താണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ? ISRO അല്ലെ? ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ആരാണ്? എസ് സോമനാഥ് അല്ലെ? മലയാളിയായ എസ് സോമനാഥ് ആണ് ISROയുടെ ചെയർമാനായിട്ട് ഇപ്പൊ പ്രവർത്തിക്കുന്നത്. പഠിച്ചു. അദ്ദേഹം മലയാളിയാണ്, നോട്ട് ചെയ്യണം. വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിന്റെ പേര് എന്താണ്? ലീലാതിലകം. നമ്മൾ എന്താ പറയാ, നമ്മൾ മുൻകൂർ ജാമ്യം എടുക്കും. എങ്ങനെയാണ്? അയ്യോ ഇല്ലല്ലോ, പ്രാചീന ചരിത്രമൊന്നും ഇല്ലല്ലോ. പക്ഷെ നമ്മൾ SCRT നിങ്ങൾ വേറെ പ്രാചീന ചരിത്രം നമ്മൾ ഗൈഡ് നോക്കിയിട്ടൊന്നും പഠിക്കേണ്ട, ഞാനും പഠിക്കണമെന്നില്ല. പക്ഷെ നമ്മൾ SCRTയിലുള്ള പ്രാചീന ചരിത്രത്തിന്റെ 2-3 ലെസൺസ് ഉണ്ട്, അത് ഒഴിവാക്കരുത് കേട്ടോ. അതൊന്ന് പഠിച്ചു വെക്കണം. SCRT നമ്മൾ ചെയ്തു വരുന്നുണ്ട്. 5ാം ക്ലാസ് 6ാം ക്ലാസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇനി നമ്മൾ എന്ത് ചെയ്യുക? മാരത്തോൺ എന്ന നിലയിൽ ചെയ്യാൻ ഉദ്ദേശിക്കണം. ഭരണഘടന ആ ഭാഗങ്ങൾ ഫുള്ള് ഒരൊറ്റ വീഡിയോ, പിന്നെ ജോഗ്രഫി ഒറ്റ വീഡിയോ, ഹിസ്റ്ററി ഒറ്റ വീഡിയോ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഘട്ടം ഘട്ടമായിട്ട് പഠിച്ചു പോയാൽ മതിയല്ലോ. ഡെയിലി ഓരോ ലെസൺ എടുക്കുന്നതിനേക്കാൾ നല്ലത് 2 മണിക്കൂർ ഇരിക്കുന്ന നമ്മുടെ ഓരോ മൊഡ്യൂളായിട്ട് നമുക്ക് SCRTയിൽ തീർത്തു വരാം. അപ്പോൾ അതാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ചെയ്തു തരാം കേട്ടോ. ഡീപ്പ് സ്റ്റഡി ആയിട്ട്, അതായത് ഒരു പോയിന്റ് പോലും വിടാതെ അരിച്ചു പെറുക്കിയിട്ട് നമുക്ക് SCRT പഠിക്കാം. പഠിച്ചല്ലോ? ലീലാതിലകമാണ് കേട്ടോ. വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിന്റെ പേരെന്താണ്? ലീലാതിലകം. വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏത് ഘടകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന? ഒരു വ്യാപാരത്തിന് അതിനുള്ള വിനിമയ തന്ത്രങ്ങൾ ഉണ്ടല്ലേ, അത് ഏത് ഘടകവുമായിട്ട്? നമ്മളൊക്കെ വിചാരിക്കും, ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ആദ്യം വിചാരിച്ചിട്ടത് പരസ്യമാണോ, പരസ്യമായിരിക്കും, പരസ്യത്തിലാണല്ലോ എല്ലാവരും വീഴുക. പക്ഷെ നോക്കിക്കേ, ഇവിടെ 3ാമത്തെ ആൻസർ വരുന്നത് വിപണനമാണ്. എന്താണ്? വിപണനം. ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്തിലാണ്? ചൈനയിലാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. താഴെ പറയുന്നവയിൽ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഓരോ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഞാൻ വർക്കൗട്ട് ചെയ്തു, ഇന്ന് ഞാൻ ഒരു ചെയ്തു, എൻ്റെ കടമ കഴിഞ്ഞു, അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് കേട്ടോ. ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഡെയിലി പറയുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് ഒരു നോട്ട്ബുക്ക് നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യന് വേണ്ടി മാറ്റി വെക്കണം. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ അറിയാത്ത ആൻസർ, നിങ്ങൾക്ക് എത്രത്തോളം അറിയാത്ത ആൻസർ ഉണ്ടോ അത് നിങ്ങൾ അതിൽ നോട്ട് ചെയ്ത് വെക്കണം. ഇടയ്ക്കിടയ്ക്ക് അത് നോട്ട് ചെയ്തിട്ട് ബുക്കിൽ എഴുതി വെച്ചിട്ട് മടക്കി വെച്ചാൽ പോരാ, അത് ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് മസ്റ്റാണ് റിവിഷൻ ചെയ്യണം. പുതിയ ടോപ്പിക്കുകൾ തേടി പോകാതെ ഉള്ളതിനെ എന്ത് ചെയ്യുക? ഉള്ളതിനെ റെഡിയാക്കി വെക്കുക. 100% പെർഫെക്റ്റ് ആയിട്ട് പഠിച്ച കാര്യങ്ങളാക്കി വെക്കുക. അവിടെയാണ് വിജയം. അല്ലാണ്ട് വാരിക്കോരി പഠിക്കലല്ല വിഷയം. പഠിച്ചത് എന്തോ അതിനെ ഉറപ്പിക്കുക. എന്താണ്? ഊട്ടി ഉറപ്പിക്കുക. അതാണ് നമ്മുടെ ജോലിയിലേക്ക് കയറാനുള്ള മാർഗം എന്ന് പറയുന്നത്. ഓക്കെ, അതിനകത്ത് ക്വസ്റ്റ്യൻ എഴുതി വെക്കണം. അല്ലാണ്ട് ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻ വായിക്കേണ്ട ആൻസർ വായിച്ചു, പിന്നെ ചോദിച്ചാൽ ഇതിന്റെ ആൻസർ അറിയോ? ഇല്ല. അത് നോട്ട് ചെയ്ത് വെച്ചാലാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിവിഷൻ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. തീർച്ചയായിട്ടും എഴുതണം കേട്ടോ. താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം? അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം പരിസ്ഥിതിയാണ് അല്ലേ? പരിസ്ഥിതി ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അല്ലേ? അതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം. 6 ലോകകപ്പ് കളിച്ച ആദ്യത്തെ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ, വനിതയാണ് കേട്ടോ, വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ. 6 ലോകകപ്പാണ് കളിച്ചിരിക്കുന്നത്. അത് നമുക്കറിയാം, മിതാലി രാജ് അല്ലേ? മിതാലി രാജാണ്. ശ്രദ്ധിക്കണം, മിതാലി രാജ് ഏതാണ്? ക്രിക്കറ്റ് ആണ് കേട്ടോ. മിതാലി രാജ് ക്രിക്കറ്റ് ചോദിക്കാം അല്ലേ? ഏത് കളിയിൽ
ഏത് വിഭാഗമാണെന്ന് ചോദിച്ചാൽ ക്രിക്കറ്റ് ആണ്. 2021 ജ്ഞാനപീഠ അവാർഡ് ജേതാവ് ആരാണ്? 7ാമത്തെ ദാമോദർ മൗസോ. 2021 ജ്ഞാനപീഠ അവാർഡ് ജേതാവ് ദാമോദർ മൗസോ. എവിടെയാണ് 1857 കലാപം ആരംഭിച്ചത്? എവിടെയാണ്? മീററ്റ് അല്ലെ? മീററ്റ് ഉത്തർപ്രദേശിലെ മീററ്റിലാണ് 1857 കലാപം ആരംഭിച്ചത്. എന്നാണ് ദേശീയ ശാസ്ത്ര ദിനം? ഫെബ്രുവരി 28. CV രാമന്റെ അല്ലെ? ഫെബ്രുവരി 28. ഏത് വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും വർഷമായിട്ട് തുർക്ക്മെനിസ്ഥാനിൽ നടത്തിയ UN ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത്? ഇതിലെ തന്നിട്ടുള്ള ഏത് വർഷമാണ്? നമ്മൾ പറയാറുണ്ട് അല്ലെ? പയറ് വർഷം, മണ്ണ് വർഷം, പിന്നെ നാണ്യവിളകൾ, അതിനങ്ങനെ ഓരോരോ വർഷങ്ങളുണ്ട് അല്ലെ? നെല്ല് വർഷം എന്നൊക്കെ പഠിക്കാറുണ്ട്. അതിൽ ഏത് വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും വർഷമായിട്ട്? 10ാമത്തെ C ആണ് കേട്ടോ. 2021 അന്താരാഷ്ട്ര സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും വർഷമായിട്ട് UN ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി അല്ലാത്തത് ഏത്? നിങ്ങൾ നോട്ട് ചെയ്യണം. ഇപ്പൊ ഞാൻ പറയുന്നു, വീണ്ടും പറയാണ്. 2021 നിങ്ങൾ ഇതുമല്ലോ ക്വസ്റ്റ്യൻ. 2021 നോട്ടിൽ എഴുതാണ്. 2021 അന്താരാഷ്ട്ര സമാധാനത്തിന്റെയും എങ്കിൽ 2022 ഏത് വർഷം? 2023 ഏത് വർഷം? 2024 ഒട്ടക വർഷമൊക്കെ അല്ലേ? 2024. ഓക്കെ, 2024 എന്താണ്? ഒട്ടക വർഷമായിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുക? അപ്പം തന്നെ ആ നോട്ടിന്റെ താഴെ അതുമായിട്ട് കണക്റ്റീവ് ഫാക്ട്സ് എന്ന നിലയിൽ 2021 എഴുതുക. 2021 അന്താരാഷ്ട്ര സമാധാനത്തിന്റെ എഴുതി. എന്നിട്ട് 2022 എന്താണ്? 2023 എന്താണ്? 2024 എന്താണ്? നമ്മളിത് പഠിച്ചു, പഠിച്ചു. പിന്നീട് നമുക്ക് ഇത് ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ പോയാൽ മതി. പിന്നെ നമുക്ക് അയ്യോ ഇന്നത്തെ ഈ വർഷം ഏത് വർഷമാണോ അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഈ ഭാഗങ്ങൾ ഓരോരോ ഭാഗങ്ങളും ക്വസ്റ്റ്യൻ ആയിട്ട് കുറച്ച് കണക്റ്റീവ് ഫാക്ട്സ് പഠിച്ചിട്ട് എഴുതിയിട്ട് പോയാൽ സിലബസ് ഒക്കെ പെട്ടെന്ന് കഴിയുകയും ചെയ്യും. മാർക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യും. ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി അല്ലാത്തത് ഏതാണ്? നോക്കിയേ, D ആണ് കേട്ടോ. D ഇവിടെ ശരിയല്ല. എങ്കിൽ നിങ്ങൾ ഇവിടെ എഴുതണം. നിങ്ങൾക്ക് ഇതിൽ അറിയാത്തത് ഉണ്ടെങ്കിൽ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഇത് ശരിയായിട്ടുള്ളതല്ലേ? ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള കരാതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ്. അറിയുന്നില്ലെങ്കിൽ ഇത് നോട്ട് ചെയ്യുക. ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലിടുക്കും ഇന്ത്യയും ശ്രീലങ്കയെയും വേർതിരിക്കുന്നു. അപ്പൊ അവിടെ തന്നെ നോട്ട് ചെയ്യണം. എങ്ങനെ? ഇന്ത്യയും ശ്രീലങ്കയെയും വേർതിരിക്കുന്നത് ഗൾഫ് ഓഫ് മാന്നാർ, ഇന്ത്യയും പാകിസ്ഥാനെയും വേർതിരിക്കുന്നത് റാഡ്ക്ലിഫ്, ഇന്ത്യയും ചൈനയെയും വേർതിരിക്കുന്നത് മക്മോഹൻ രേഖ. അങ്ങനെ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ സിലബസിന്റെ ഓരോ ഏരിയ നമ്മൾ എന്ത് ചെയ്യും? ഡെയിലി കവറേജ് ചെയ്ത് പോകും കേട്ടോ. ഇനി റാഡ്ക്ലിഫ് രേഖ ഇന്ത്യയും പാകിസ്ഥാനെയും താഴെയുണ്ട് അല്ലേ? റാഡ്ക്ലിഫ് രേഖ ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്നു. അപ്പൊ ഇത് 3 ശരിയാണ് കേട്ടോ. ഇത് ഇവിടെ തെറ്റാണ് കേട്ടോ. ഇതാണ് തെറ്റാണ്. ഇത് 3 ശരിയാണ്. ഇത് പഠിക്കണം കേട്ടോ. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഒപ്പം പഠിച്ചു പോകണം. അല്ലാതെ ഇത് കൈപറിച്ചോ ഇത് തെറ്റാണ്, എയും ബി സി ആണ് ശരി, അത് ശരി പറഞ്ഞിട്ട് പോകല്ല. ഈ 3 ശരിയാണ്. ഈ 3 ശരിയായിട്ടുള്ള ഉത്തരം നിങ്ങൾ പഠിച്ചു വെച്ചേ പറ്റൂ. ഏറ്റവും കൂടുതൽ കരയാതിർത്തി പങ്കിടുന്നത് ഏതാണ്? ബംഗ്ലാദേശുമായിട്ടാണ് നമ്മുടെ ഇന്ത്യ ഏറ്റവും കൂടുതൽ കരയാതിർത്തി പങ്കിടുന്നത്. പഠിക്കണം. കരയാതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ചൈനയാണ് അല്ലേ? കരയാതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും വലിയ രാജ്യം ചൈനയാണ്. ഇനി ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്നത് ഗൾഫ് ഓഫ് മാന്നാറാണ്. പഠിച്ചിരിക്കണം, ഇപ്പൊ തന്നെ പഠിച്ചിരിക്കണം. അല്ലാതെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാൻ ആൻസർ ടിക്ക് ചെയ്തുകൊണ്ട് പോവല്ല. അങ്ങനെയല്ല പഠിക്കേണ്ടത് കേട്ടോ. അതുപോലെ ഇന്ത്യയും പാകിസ്ഥാനെയും വേർതിരിക്കുന്നത് റാഡ്ക്ലിഫ് രേഖ, ഇന്ത്യയും ചൈനയും വേർതിരിക്കുന്നത് മക്മോഹൻ രേഖ. അങ്ങനെ പഠിക്കണം. ഓക്കെ, ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം ഏതാണ്? 12ാമത്തെ ആൻസർ ഏതാണ്? സി ആണ് അല്ലേ? ബ്രസീലാണ്. ഫസ്റ്റ് ഏത് വരും? റഷ്യ അല്ലേ? അങ്ങനെയല്ലേ വരും. ഫസ്റ്റ് റഷ്യ, ഏറ്റവും വലിയ രാജ്യം റഷ്യ. ആ 4-5 ഓർഡർ ആയിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം ബ്രസീൽ. അപ്പൊ ഏറ്റവും വലിയ വിസ്തൃതിയുള്ള രാജ്യം, ലോകത്തിലെ ഏറ്റവും വലിയ വിസ്തൃതിയുള്ള രാജ്യം ഏതാണ്? റഷ്യ. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. 13ാമത്തെ എന്താണ്? ബി. പിന്നെ ഞാൻ ഒന്നും കൂടി പറയണേ, ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞ സമയം കളയല്ല. നിങ്ങൾ നോട്ട് ചെയ്യണം. ഇതിപ്പോ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ PSC ഇത് ഏത് മേഖലയിൽ നിന്ന് എടുത്ത് ചോദിച്ചു എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കാൻ കഴിയണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുന്നു, ഇത് ഏത് മേഖലയിൽ നിന്നാണ് PSC ചോദിച്ചത്? അടുത്ത ക്വസ്റ്റ്യൻ ഇത് ഏത് മേഖലയിൽ നിന്ന് ചോദിച്ചു? അങ്ങനെയാകുമ്പോഴാണ് ആ വായിക്കുമ്പോൾ അപ്പൊ തന്നെ മനസ്സിലാക്കാം. അപ്പോഴേ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ആ സിലബസിനോട് നീതി പുലർത്താൻ പറ്റുള്ളൂ. കാരണം ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ എന്നും പറയാറുണ്ടല്ലോ, ഇന്ത്യൻ ജോഗ്രഫി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ജോഗ്രഫി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ടോപ്പിക്കിന് അത്രത്തോളം ഇമ്പോർട്ടന്റ് ഉണ്ടെന്നുള്ളത് നമ്മൾ പഠിക്കുന്ന സമയത്ത് അപ്പൊ നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ ഭാഗങ്ങള് ആഴത്തിൽ പഠിക്കും. ഒരു 32 ടോപ്പിക് കേട്ടോ, ഹോട്ട് ടോപ്പിക്കുകള്
നമ്മുടെ 2024 നടക്കുന്ന LDC, LGS, യൂണിവേഴ്സിറ്റി LGS, ഗാദി ബോർഡ്, പിന്നെ ലാബ് അസിസ്റ്റന്റ്, LSGS, അങ്ങനെ എല്ലാറ്റിനും വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 32 വീഡിയോ, അതായത് നമ്മുടെ ചാനലിൽ ഒരു 184 സംതിങ് വീഡിയോ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്ലേ ലിസ്റ്റിൽ 32 ഹോട്ട് വീഡിയോ, അതായത് നല്ല ടോപ്പിക് ഉണ്ടല്ലോ, ഇന്നും PSC ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉറപ്പാണ്. അത്രയും സെലക്ട് ചെയ്തിട്ട് ഒരു 32 ടോപ്പിക്ക് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ക്ലാസ് ഇട്ടിട്ടുണ്ട്. 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള SCRTയും NCRTയും ചേർത്തിട്ട് കേട്ടോ. അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഞാൻ ഓരോ ക്ലാസ്സിലും എടുക്കുമ്പോഴും ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്, ഇത് പ്രീവിയസ് ആണ്, ഇത് പ്രീവിയസ് ആണെന്ന് പറഞ്ഞു പോയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. തീർച്ചയായിട്ടും ഉപകാരപ്പെടുത്തുക കേട്ടോ. നമ്മുടെ ടോപ്പിക്കുകൾ ഇങ്ങനെ കവർ ചെയ്ത് വരും. കൂടെ ചെയ്യണം പ്രീവിയസ് ക്വസ്റ്റ്യൻ മസ്റ്റാണ്. എന്ത് ടോപ്പിക്ക് നിങ്ങൾ ഇനി റാങ്ക് ഫയൽ അരച്ച് കലക്കി കുടിച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അല്ലെങ്കിൽ സിലബസ് അനുസരിച്ച് ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തു പറഞ്ഞിട്ടും കാര്യമില്ല. പ്രീവിയസ് ക്വസ്റ്റ്യൻ മസ്റ്റാണ്. അത് നല്ല രീതിയിൽ അനാലിസിസ് പഠിച്ചവനെ റാങ്ക് ലിസ്റ്റിൽ കയറുകയുള്ളൂ, അത് തീർച്ചയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇന്ത്യയുടെ ഉപദ്വീപ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി. 13ാമത്തെ B ആണ്. 14 താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകം അല്ലാത്തത് ഏതെന്നാ ചോദിക്കും. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം കേട്ടാ. ശുദ്ധജല തടാകം എന്ന് പറയുമ്പോൾ ഓടിപ്പോയിട്ട് ശുദ്ധജല തടാകം കൊടുക്കരുത്. ശുദ്ധജല തടാകം അല്ലാത്തത് ഏതാണ്? സാമ്പാർ തടാകം. ഇത് ലവണത്വമാണ് അല്ലേ, ഇത് ലവണത്വ തടാകമാണ് സാമ്പാർ തടാകം. അപ്പൊ ഏതൊക്കെയാണ് നോട്ട് ചെയ്യില്ലേ, നോട്ട് ബുക്കിൽ നോട്ട് ചെയ്യണം. എങ്ങനെ എന്ത് ചെയ്തു? നമ്മുടെ ഇന്ത്യയിലെ ശുദ്ധജല തടാകങ്ങൾ താഴെ കൊടുക്കുക. വോളാർ തടാകം, ലോക്തക് തടാകം, ദാൽ തടാകം, ഇതൊക്കെ ശുദ്ധജല തടാകങ്ങളാണ്. പഠിച്ചില്ലേ? അപ്പൊ നമുക്ക് മനസ്സിലാകില്ലേ? ഇനി ഈ ഒരു ഇതേ രീതിയിൽ തന്നെ വേറെ ക്വസ്റ്റ്യൻ വന്നാലും ഇതിവിടെ അറിയാമെങ്കിൽ നമുക്ക് അതിന് ആൻസർ ചെയ്തൂടെ? വോളാർ തടാകം, ലോക്തക് തടാകം, ദാൽ തടാകം എന്നിവ ശുദ്ധജല തടാകങ്ങൾക്ക് ഉദാഹരണമാണ്. അത് ഷോർട്ട് ആക്കിയിട്ട് എഴുതാ. ശുദ്ധജല തടാകം ഉദാഹരണം എഴുതാ. വോളാർ തടാകം, ലോക്തക് തടാകം, ദാൽ തടാകം നോട്ട് ബുക്കിൽ എഴുതുക. ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്യാം. സാമ്പാർ തടാകം ഏത് തടാകത്തിനാണ്? ലവണത്വ തടാകത്തിന് ഉദാഹരണമാണ്. സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? 15ാമത്തെ ഏത് വരും? A വരും ട്ടോ. നർമ്മദയാണ്. സർദാർ സരോവർ അണക്കെട്ട് എവിടെയാണ്? നർമ്മദ. താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഉരുമ്പുരുക്ക് ശാല ഏതാണ്? ദുർഗാപൂർ ആണ് കേട്ടോ. 16ാമത്തെ ഏതാണ്? റൂർക്കേലയാണ്. ദുർഗാപൂർ ഏതാണ്? ബ്രിട്ടൻ ആണ് കേട്ടോ. ദുർഗാപൂർ ബ്രിട്ടൻ ആണ്. ഓക്കെ, ദുർഗാപൂർ ബ്രിട്ടൻ ആണ്. റൂർക്കേല ഏതാണ്? ജർമ്മനിയാണ് കേട്ടോ. റൂർക്കേല ജർമ്മനി. ഓക്കെ, ബൊക്കാറോ റഷ്യ, ബിലായി റഷ്യ. ഓക്കെ, ഇത് ഇവരുടെ സഹായത്തോട് കൂടിയിട്ടാണ്. അപ്പൊ ഇതിങ്ങനെ ഇപ്പൊ നോട്ട് ചെയ്യണം. എന്ത് ചെയ്യും? അറിയാത്തവര് നല്ല രീതിയിൽ ഇപ്പൊ എന്താ പറയുക, നല്ല രീതിയിൽ എക്സാം ഒക്കെ പഠിച്ചിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റാതെയൊക്കെ ആയിട്ടുണ്ടാവും കുറേ പേര്, അതങ്ങനെ ഉണ്ടാകും. ഇനി പുതിയതായിട്ടുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക? ബൊക്കാറോ റഷ്യ എന്ന രാജ്യമാണ് സഹായം നൽകിയത്. ബിലായി റഷ്യയാണ്. ദുർഗാപൂർ ഉരുമ്പുരുക്ക് നിർമ്മാണശാലയ്ക്ക് ബ്രിട്ടനാണ് സാമ്പത്തിക സഹായം നൽകിയത്. പിന്നെ റൂർക്കേലയ്ക്ക് ജർമ്മനി. അത് താഴെ എഴുതി വെക്കും. കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ്? കോർബ ഛത്തീസ്ഗഡ്. അറിയില്ലെങ്കിൽ ഇതാ കോർബ കൽക്കരിപ്പാടം ഛത്തീസ്ഗഡ്. ഒരാഴ്ചയിൽ റിവിഷൻ ചെയ്ത് പോകുമ്പോൾ പിന്നെ ഇത് മനസ്സിൽ പതിയില്ലേ? അതാണ് എളുപ്പവഴി കേട്ടോ. സിലബസ് ഒക്കെ പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാനുള്ള എളുപ്പവഴി ഇത് തന്നെയാണ്. ഇനി എന്താണ്? കോർബ കൽക്കരിപ്പാടം എവിടെയാണ്? ഛത്തീസ്ഗഡ്. ദേശീയ ജലപാത 2 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഏതൊക്കെയാണ്? 18ാമത്തെ ആൻസർ ഏത് വരും? B ആണ് കേട്ടോ. ഞാൻ ആൻസർ പറയുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ചെയ്യണം കേട്ടോ. സാദിയ ധൂബ്രി ഏത് നദിയിലാണ്? ബ്രഹ്മപുത്ര നദിയിലാണ്. അപ്പൊ തന്നെ നിങ്ങൾ നോട്ട് ചെയ്യണം. എങ്ങനെ? ദേശീയ ജലപാത 1 ഏതിലാണ്? ഗംഗാ നദിയിലാണ് അല്ലെ. ഹാൽദിയ അലഹാബാദ്. ദേശീയ ജലപാത 2 സാദിയ ധൂബ്രി ഏതാണ്? ബ്രഹ്മപുത്ര നദിയിലാണ്. ദേശീയ ജലപാത 3 ആണ് കോട്ടപ്പുറം കൊല്ലം. പിന്നെ കാക്കിനട പുതുച്ചേരി. അതങ്ങനെ ദേശീയ ജലപാത 5 ദേശീയ ജലപാതകൾ എന്ത് ചെയ്യുക? എഴുതി വെക്കുക. അപ്പൊ അവിടെ ആ ടോപ്പിക് അവിടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദ്. നറോറ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? നറോറ ഉത്തർപ്രദേശ്. നറോറ ഉത്തർപ്രദേശ്. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്? ഏതിലാണ്? 21ാമത്തെ ബംഗാളി അല്ലെ. ബംഗാളി ഭാഷയിലാണ്. പഠിച്ചല്ലോ. അറിയാത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ്? ആനന്ദമഠം. ഇന്ത്യൻ പൗരന്റെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഭരണഘടന. മൗലിക അവകാശങ്ങളുമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. 24ാമത്തെ നമുക്കറിയാം ഇത് തെറ്റാണ് അല്ലേ. ഏതാണ്? മൗലിക അവകാശങ്ങളെ ഇതെനിക്കൊന്നും സംശയമാണ് കേട്ടോ. മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഭരണഘടനയാണോ പാർലമെന്റ് ആണോ? ഭരണഘടനയാണോ? അതായത്
ഭരണഘടനയാണോ സുപ്രീം കോടതിയാണോ എന്നുള്ളത് ഇതുണ്ടായിരുന്നു. മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ആരാണ്? സുപ്രീം കോടതിയാണ്. അതാണ് സുപ്രീം കോടതി. ഇനി ഇതൊക്കെ എന്താണ്? ഇത് തെറ്റാണ്. അപ്പൊ മൗലികാവകാശങ്ങളെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത് ഇതാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇത് നോട്ട് ചെയ്ത് വെക്കണം. മൗലികാവകാശങ്ങൾ എന്ന് പറഞ്ഞിട്ട് താഴെ ഹെഡ് ഇതിൽ എന്ത് ചെയ്യുക? 3 സബ് ടോപ്പിക് ആയിട്ട് കൊടുക്കുക. എങ്ങനെ? മൗലികാവകാശങ്ങളിൽ മാറ്റം വരുത്താൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. എനിക്കത് സ്റ്റേറ്റ്മെന്റ് വരിക. ഗവൺമെന്റിന്റെ ഒരു ഘടകവും മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. മൗലികാവകാശങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല. 23ാമത്തെ സോറി നമ്മളിവിടെ ആൻസർ ഇതാണ് കേട്ടോ. മൗലികാവകാശങ്ങൾ ന്യായവാദത്തിന് അർഹമാണ് ഇതാണ് കേട്ടോ. സോറി ഇതില് ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതാണ് മൗലികാവകാശങ്ങൾ ന്യായവാദത്തിന് അർഹമാണ് എന്നതാണ്. അപ്പൊ ഇവിടെ ആൻസർ ഏതാ വരിക? ഡി ആണ് കേട്ടോ വരിക. സോറി മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഭരണഘടനയാണ്. മൗലികാവകാശങ്ങളിൽ മാറ്റം വരുത്തുവാൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? സാധിക്കുകയുള്ളൂ. ഗവൺമെന്റിന്റെ ഒരു ഘടകവും മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ടാണ് ഇപ്പൊ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അടക്കം എന്ത് വന്നിട്ടുണ്ട്? ഇതിന്റെ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിലൊക്കെ വന്നില്ലേ? അവിടെയും എന്തെങ്കിലും മൗലികാവകാശങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ അതെന്താകും? പ്രശ്നങ്ങളാവും. ഓക്കെ, ഇനി മൗലികാവകാശങ്ങൾ ന്യായവാദ അർഹമാണ് കേട്ടോ. അർഹമാണ്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005 24ാമത്തെ ആൻസർ എ ആണ് കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. അപ്പൊ തന്നെ നോട്ട് ചെയ്യണം. എങ്ങനെ നോട്ട് ചെയ്യും? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ താഴെ കൊടുക്കുക. ഫസ്റ്റ് ചെയർമാൻ രംഗനാഥ മിശ്ര, രണ്ടാമത്തെ മൂന്നാമത്തെയും. ഫസ്റ്റ് മൂന്നാമത്തെ ആളിന് കൊടുക്കുക, ഇപ്പോഴത്തെ ആരാന്ന് കൊടുക്കുക. അദ്ദേഹം എത്രാമത്തെ ആണ് ഇപ്പോൾ എന്നുള്ളത് കൊടുക്കുക. അപ്പൊ നമ്മൾ ആ ഭാഗം കവർ ചെയ്തു. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും എടുത്താണ്? സോവിയറ്റ് യൂണിയൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 32 ആണ്. ഇതിനെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അംബേദ്കർ ആണ് കേട്ടോ. അംബേദ്കർ. ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിരിക്കുന്ന മൃഗങ്ങൾ നല്ല നോട്ട് ചെയ്യണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുകയും ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ട്. കാരണം നമ്മൾ എക്സാം ഹാളിലേ അവിടെ കാളയാണോ കുതിര ഞാനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്കൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു ക്ലൂ മനസ്സിലാക്കി വെച്ചതുകൊണ്ട് ഇതിന് ഉത്തരം കിട്ടുകയാണ്. ഇന്ത്യയുടെ ദേശീയ മുദ്ര അവിടെ പോയിട്ട് കാളനെയും കുതിരനെയും കഴുതനെയും എല്ലാറ്റിനും നമ്മൾ അവിടെ കാണും. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് കാളയുണ്ടായാലോ കുതിര ഉണ്ടായാലോ ഏതില്? ദേശീയ മുദ്രയിൽ. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ. 28ാമത്തെ ആൻസർ വന്നിട്ട് ഡി ആണ്. ആന, കാള, സിംഹം, കുതിര. ആന, കാള, സിംഹം, കുതിരയാണ് ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടത്. ഇനി കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? അത് നമുക്കറിയാം. സ്വത്തവകാശം. 29ാമത്തേത് വരും? സി ആണ് അല്ലെ. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഇതൊക്കെ എന്താണ്? മൗലിക അവകാശമാണ്. സ്വത്തവകാശം എന്തല്ല? മൗലിക അവകാശമല്ല. അതെന്ത് അവകാശമാണ്? അപ്പോ അതൊരു നിയമ അവകാശമാണ്. ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 1947 ജൂലൈ 22. കാരണം നോക്കിയേ, ഈ 4-ൽ നിന്ന് നമുക്ക് ആൻസർ എടുത്തൂടെ? നമുക്ക് ഓഗസ്റ്റ് 15 കൊടി ഉയർത്തണ്ടേ? കൊടി ഉയർത്തുന്ന സമയത്ത് 1947 ഓഗസ്റ്റ് 15 ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചിട്ട് ആഗസ്റ്റ് 15 കൊടി ഉയർത്താൻ പറ്റുമോ? സ്വാതന്ത്ര്യം കിട്ടിയത് 1947 ഓഗസ്റ്റ് 15 പറ്റില്ല. 49 സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞിട്ടാണ് കൊടി ഉയർത്തുക? അല്ല അല്ലെ. 49, 50 ഇതൊന്നും പറ്റില്ല. അപ്പൊ 47 ജൂലൈ 22 എന്താണ്? ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുകയും 47 ഓഗസ്റ്റ് 5 എന്ത് ചെയ്തു? കൊടി ഉയർത്തുകയും ചെയ്തു അല്ലെ. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? 31ാമത്തെ ഡി, സംവാദ് കൗമുദി. പിന്നെ 1907 ജർമ്മനിയിലെ സ്റ്റുട്ട്ഗർട്ട് നടന്ന ഇന്ത്യൻ നാഷണൽ സമിതി ത്രിവർണ്ണ പതാക ഉയർത്തിയത് മാഡം ബിക്കാജി കാമാങ്. ഓക്കെ ആണല്ലോ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ്? പൊയ്കയിൽ യോഹന്നാൻ അല്ലെ. കുമാരഗുരുദേവൻ എന്നറിയപ്പെടുന്ന പൊയ്കയിൽ യോഹന്നാൻ. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണ്. അതായത് ചോർച്ചാ സിദ്ധാന്തം. ഇത് ആരുടേതാണ്? ദാദാഭായ് നവറോജി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൺ പ്രഭു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൺ പ്രഭു. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല തിരുവിതാംകൂർ സർവകലാശാല. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവ് ആര്? ചട്ടമ്പി സ്വാമികൾ.
സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിന്റെ ഭൂപ്രകൃതി ഏതാണ്? ഇടനാട് അല്ലെ. 75 മീറ്ററിൽ കൂടുതലാണെങ്കിൽ മലനാട്, 7.5 മീറ്ററിൽ താഴെയാണെങ്കിൽ തീരപ്രദേശം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? 40ാമത്തെ ശാസ്താംകോട്ട തടാകമാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണ്? വേമ്പനാട്ട് കായൽ. താഴെ പറയുന്നവയിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല വയനാട് അല്ലെ. വയനാട്. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം 43ാമത്തെ ബി ആണ് ചെമ്പഴന്തി. നമ്മുടെ കേരളത്തിലെ ദേശീയ ജലപാത നമ്മൾ നേരത്തെ കൂടി ചർച്ച ചെയ്തു. കൊല്ലം കോട്ടപ്പുറം എന്ന് എഴുതിയിട്ട് കണ്ടില്ലേ? 44ാമത്തെ സി ആണ് NW3. നിങ്ങൾ അവിടെ 5 ദേശീയ ജലപാതകൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്തുമ്പോൾ എന്താവും? ഈ ആൻസർ കൂടിയിട്ട് ടിക്ക് ചെയ്യാൻ പറ്റും. അറിയാത്തവരാണ്. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ഗൗരി പാർവതിബായ്. ഇവിടെ ഗൗരി ലക്ഷ്മിബായി ഉണ്ട്. നമുക്ക് കൺഫ്യൂഷൻ വരും അല്ലേ? ഇവിടെ ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ പ്രൈമറിയിൽ കണ്ടോ, ഈ പാ എന്നല്ലേ വരുന്നത്? പ്രൈമറിയിൽ പാ, അതുകൊണ്ട് പാർവതിബായി കണ്ടോ. ഗൗരി പാർവതിബായി. വൈക്കം സത്യാഗ്രഹ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണ ജാഥ സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് 46 മന്നത്ത് പത്മനാഭനാണ് സവർണ ജാഥ. ചോദ്യം എങ്ങനെ വന്നിട്ടുണ്ട്? വൈക്കം സത്യാഗ്രഹമാണ്, ഗുരുവായൂർ സത്യാഗ്രഹം, അങ്ങനെ 4 സത്യാഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. വൈക്കം സത്യാഗ്രഹമാണ് കേട്ടോ. വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ചിട്ടാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം ക്വിറ്റ് ഇന്ത്യ സമരം അല്ലെ. 1942 ക്വിറ്റ് ഇന്ത്യ സമരം. ചമ്പാരൻ സത്യാഗ്രഹം 1917, നിസ്സഹകരണ സമരം 1920, ഉപ്പ് സത്യാഗ്രഹം 1930. ഇതൊക്കെ ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അവസാനത്തെയാണ് ഇത് ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടത്തുന്നത് ലാഹോറിലാണ് കേട്ടോ. 1929 നടന്ന ലാഹോർ സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ്. അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമരം ലോകമാന്യ തിലകൻ അല്ലെ. 49ാമത്തെ എങ്ങനെ പറയാം നമ്മൾ? ലോകമാന്യ തിലകൻ, ബാലഗംഗാധര തിലക്. സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ഡോക്ടർ S രാധാകൃഷ്ണൻ കമ്മീഷനാണ്. സ്വതന്ത്ര ഭാരതം, നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ആദ്യമായിട്ട് ഒരു ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ നിയമിച്ചത് ഏതാണ്? ഡോക്ടർ S രാധാകൃഷ്ണൻ കമ്മീഷൻ. കേരളത്തിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം എപ്പോഴാണ്? 1957. ഇവിടെ കേരളമാണ്. നമ്മുടെ ഇന്ത്യ എടുക്കുമ്പോൾ 1951 വരുന്നുണ്ട്. കേരളത്തിൽ വരുമ്പോൾ 57. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ 52 ഫസൽ അലി കമ്മീഷൻ. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായിട്ട് ആരംഭിച്ചത് നേരത്തെ ചർച്ച ചെയ്തു, ഉത്തർപ്രദേശിലെ മീററ്റിലാണ്. കേരളത്തിന്റെ ദേശീയ ഉത്സവം 54B ആണ് ഓണം. വടക്ക് കിഴക്കൻ മൺസൂൺ മഴക്കാലം കേരളത്തിൽ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? 55 തുലാവർഷം. തുലാവർഷമാണ് ഇത് വടക്ക് കിഴക്കൻ മൺസൂൺ. എങ്കിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ് ഏത്? ഇടവപ്പാതി. ഇടവപ്പാതി ഏതാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴ അല്ലെ. തെക്ക് പടിഞ്ഞാറനാണ് ഇടവപ്പാതി. വടക്ക് കിഴക്കനാകുമ്പോൾ അത് തുലാവർഷമായി മാറുന്നു. വരിക സഹചരെ വലിയ സഹന സമരമായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരഗാനത്തിന്റെ രചയിതാവ് ആരാ? അംശി നാരായണപിള്ള. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴയാണ് അല്ലെ. എങ്കിൽ കേരളത്തിൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കിയാണ് അല്ലെ. പാലക്കാട് മാറി ഇടുക്കിയായി. എന്താണ് ഇടുക്കി വലിയ ജില്ലയാകാൻ കാരണം? നമ്മുടെ പാലക്കാട് ജില്ലയിലെ കുട്ടമ്പുഴ എന്നിട്ടുള്ള ഒരു ഭാഗം ഏതോടുകൂടി ചേർക്കാണ്? നമ്മുടെ ഇടുക്കി ജില്ലയോട് കൂടിയിട്ട് ചേർത്തു. അപ്പൊ പാലക്കാടിന്റെ ഒരു ഭാഗം എവിടെയായി? ഇടുക്കിയിലായി. അതുകൊണ്ട് വിസ്തൃതിയിൽ മാറ്റം വന്നു. അതുകൊണ്ട് ഇടുക്കി എന്താണ് ഇപ്പൊ ഏറ്റവും വലിയ ജില്ലയായിട്ട് മാറിയത്. തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച ചരിത്രം സൃഷ്ടിച്ച സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളി. അപ്പൊ വില്ലുവണ്ടി സമരം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അയ്യങ്കാളി. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ച വർഷം 59A ആണ്. 1861. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നതിന്റെ പ്രധാന വേദി പയ്യന്നൂർ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തിരഞ്ഞെടുക്കുക. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ B ആണ് കേട്ടോ. B ആണ് 1, 3. ചിക്കൻ ബോക്സ് വായുവിലൂടെ
പകരുമെന്ന് നമുക്ക് അറിയാമെങ്കിൽ എന്താണ് 3 ഓപ്ഷൻ എന്തായാലും വരണം അല്ലേ? 3 ഓപ്ഷൻ എന്താണ് എന്തായാലും വരണം. 3 ഓപ്ഷൻ ഉള്ളത് ഏതാണ്? ഇതിലുണ്ടോ? ഇല്ല. അപ്പൊ ഇത് തെറ്റാണ്. ഇതിലുണ്ടോ? ഇല്ല. ഏതാണ്? ഇതിലുണ്ട് അല്ലേ? പിന്നെ എലിപ്പനി ഒരു ബാക്ടീരിയ രോഗമാണ്. അപ്പൊ 4 വരുന്നത് എന്ത് ചെയ്യണം? ഒഴിവാക്കണം. ഇവിടെ 4 വന്നു, അത് ഒഴിവാക്കി. ഇനി എന്ത് ചെയ്യാം? എലിമിനേഷനിലൂടെ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല്. നോക്കൂ, നമ്മള് ഇപ്പൊ ഇത് 8ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് അല്ലേ? എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ക്വസ്റ്റ്യൻ. ഈ 7 ക്വസ്റ്റ്യൻ എന്റെ കൂടെ പഠിച്ചു വന്നവർക്ക് നമുക്ക് അറിയാം എന്താണ് ഇത്. വീണ്ടും ഈ ക്വസ്റ്റ്യൻ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് പ്രീവിയസ് ക്വസ്റ്റ്യന്റെ മഹത്വം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ അത്രയും പറയുന്നത് പഠിച്ചിരിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 62ാമത്തെ ഏതാണ്? ആഹാര വസ്തുക്കൾ കടിച്ചു കീറാനാണ് കേട്ടോ. കോമ്പല്ല്, കടിച്ചു കീറാൻ കോമ്പല്ല്. ലിംഗ അധിഷ്ഠിത അക്രമ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഭൂമിക കേട്ടോ, ഭൂമിക ആണ്. സ്കർവി ഏത് വിറ്റമിനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വൈറ്റമിൻ സിയുടെ കുറവ് എന്തിന് അസുഖം വരും? സ്കർവി എന്ന അസുഖത്തിന് കാരണമാകും. രക്തത്തിലെ ദ്രാവക ഭാഗം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? രക്തത്തിലെ ദ്രാവക ഭാഗം പ്ലാസ്മ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നെല്ലിന്റെ സങ്കര ഇനങ്ങൾ അല്ലാത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം കേട്ടോ. എപ്പോഴും ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആണോ അല്ലയോ, തെറ്റായതാണോ ശരിയായതാണോ എന്നുള്ളത് നോട്ട് ചെയ്യണം. താഴെ കൊടുത്തിരിക്കുന്നവ നെല്ലിന്റെ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ ഒന്നും കാണില്ല. എക്സാം ഹാളിലൊന്നും നമുക്ക് ഈ ഇള അല്ല എന്നൊന്നും അവിടെ കാണില്ല. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്ന നെല്ലിന്റെ സങ്കര ഇനങ്ങൾ അല്ലാത്തത് ഏതാണ്? 66 എ ആണ് കേട്ടോ. 2ഉം 4ഉം. അനാമിക, അനാമിക ഏതാണ്? 4. അർക്ക, ഇതൊക്കെ എന്താണ്? വെണ്ടയ്ക്കയാണ് കേട്ടോ. അനാമിക, അർക്കയൊക്കെ വെണ്ടയ്ക്കയാണ്. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ അതൊക്കെ എന്താണ്? നെല്ലിന്റെ സങ്കര ഇനങ്ങളാണ്. ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം. ചുവപ്പ് നിറം ഏതാണ്? ആന്തോസയാനിൻ. 67 ആന്തോസയാനിൻ. സാന്തോഫിലോ മഞ്ഞ, ക്ലോറോഫിലോ പച്ച അല്ലെ, കരോട്ടിനോ യെല്ലോ കളർന്ന മഞ്ഞ. ക്യാരറ്റിന്റെ നിറമൊക്കെ ഇല്ലേ, അതിന് ക്യാരറ്റ് എന്താണ്? ഒരു മഞ്ഞ കളർന്നതല്ലേ. അപ്പൊ അതുകൊണ്ട് അതിന് ക്യാരറ്റ് ആണ്, കരോട്ടിനാണ്. ആന്തോസയാനിൻ ചുവപ്പാണ്, സാന്തോഫിൽ മഞ്ഞയാണ്, ക്ലോറോഫിൽ പച്ചയാണ്. എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന ജനിതക മാറ്റം വരുത്തിയ ബാക്ടീരിയ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആനന്ദ് മോഹൻ ചക്രവർത്തി. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് 69 സി കാസർഗോഡ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം. സൈലന്റ് വാലി വന്യജീവി സങ്കേതം ദേശീയ ഉദ്യാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് എന്ന്? 70ാമത്തെ ഡി ആണ്. 1984 പ്രഖ്യാപിച്ചു. ഉദ്ഘാടനം ചെയ്തത് 1985 എന്തും ചെയ്തു? ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ഐസോടോപ്പുകളുടെ ജോഡി കണ്ടെത്തുക. 71ാമത്തെ ഡി ആണ് കേട്ടോ. ഐസോടോപ്പുകൾ, ഐസോബാർ, ഐസോടോപ്പ് എന്താണ്? ഒരേ അറ്റോമിക സംഖ്യയും വ്യത്യസ്ത മാസ് നമ്പറും. എന്താണ്? ഒരേ അറ്റോമിക സംഖ്യയും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ളതാണ് എന്ത്? ഐസോടോപ്പ്. ഇവിടെ അറ്റോമിക സംഖ്യ എന്ന് പറയുമ്പോൾ എന്താണ്? അത് മേലെയാണ് അറ്റോമിക സംഖ്യ വരിക, താഴെയാണ് മാസ് നമ്പർ വരിക. ഇത് മാസ് നമ്പർ, ഇതോ അറ്റോമിക നമ്പർ. കണ്ടോ, ഇത് ഒരേ അറ്റോമിക സംഖ്യ 40 വന്നില്ലേ? ഒരേ അറ്റോമിക സംഖ്യ 40. കണ്ടോ? പിന്നെ വ്യത്യസ്ത മാസ് നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ എന്ത് പറയും? അതിനെയാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രണ മാർഗം ഏതാണ്? ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. റയർ എർത്ത്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകം ഏതാണ്? ലാന്തനോയിഡ് ആണ് റയർ എർത്ത്സ്. ഘനജലത്തിന്റെ രാസസൂത്രം. ഘനജലം ഡ്യൂട്ടീരിയം ഓക്സൈഡ് അല്ലെ. ഘനജലത്തിന്റെ എന്താണ് ശാസ്ത്രം? ഇത് ഡ്യൂട്ടീരിയം ഓക്സൈഡ്, ഡ്യൂട്ടീരിയം. അപ്പൊ ഏത് വരും? 74 സി ആണ് അല്ലെ. D2. കണ്ടോ, D2 ഡ്യൂട്ടീരിയം ഓക്സൈഡ്. ക്ലോറോം ഫെനിക്കോൾ എന്ന ഔഷധം താഴെ കൊടുത്തിരിക്കുന്ന ഏത് വിഭാഗത്തിൽ പെടുന്നു? ഇതൊന്നും അറിയില്ലെങ്കിൽ നോട്ട് ചെയ്യണേ. ക്ലോറോം ഫെനിക്കോൾ എന്ന ഔഷധം ഏതാണ്? ഇത് ക്വസ്റ്റ്യൻ ഇവിടെ ഡിലീഷൻ ആണ് കേട്ടോ. ഇതിവിടെ ഡിലീഷൻ ആണ്. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ആണ് സംവഹനം. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന. താഴെ തന്നിരിക്കുന്നവയിൽ പാരമ്പര്യ ഊർജ സ്രോതസ് ഏതാണ്? 77 സി ആണ് മണ്ണെണ്ണ. അപ്പൊ പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ്. എങ്ങനെയാണ്? പാരമ്പര്യേതര
ഊർജ്ജ സ്രോതസ്സാണ്. കാറ്റ്, തിരമാല, സൗരോർജം. പാരമ്പര്യം എന്താണ്? ഇത് മണ്ണെണ്ണ, കൽക്കരി, പെട്രോളിയം ഇതൊക്കെ എന്താണ്? പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ്. ഇന്ത്യയുടെ ചൊവ്വ ദൗത്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? മംഗൾയാൻ. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഈ വ്യത്യാസത്തിന് പറയുന്ന പേരെന്താണ്? അപവർത്തനം. ഒരു വസ്തുവിന്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചലനമാണ് ഭ്രമണം. ഓക്കെ, പമ്പരം കറങ്ങുന്നത് അല്ലേ? ഭ്രമണം സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഭ്രമണം. മനസ്സിലായല്ലോ? അപ്പോൾ അറിയാത്ത ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യണം, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. അപ്പൊ എനിക്ക് ഒരു ക്വസ്റ്റ്യൻ വേഗം ഒരു ക്വസ്റ്റ്യൻ എടുത്ത് ആൻസർ പറഞ്ഞു, ഒരു ക്വസ്റ്റ്യൻ എടുത്ത് ആൻസർ പറഞ്ഞു, വെറുതെ എന്റെ ഡ്യൂട്ടി തീർക്കുക. അതിലല്ലോ പഠിക്കുമ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻ എങ്കിലും ആൻസർ നിങ്ങൾക്ക് ഇതിൽ നിന്ന് അറിയാൻ കഴിയണ്ടേ? പിന്നീട് എന്തായാലും അറിയാത്ത ക്വസ്റ്റ്യൻ എഴുതി വെക്കണം, റിവിഷൻ ചെയ്യണം കേട്ടോ. എഴുതി വെച്ചിട്ട് ബുക്ക് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇരിക്കരുത്. റിപ്പീറ്റ് ചെയ്യണം, റിപ്പീറ്റ് ചെയ്ത് വായിച്ച് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഒരുപാട് മേഖലകൾ നമ്മൾ എന്ത് ചെയ്യും? ചർച്ച ചെയ്തിട്ട് പോവുകയും ചെയ്യും. നമ്മുടെ ക്ലാസ്സുകളും അതുപോലെ സിലബസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടമാകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് 2023 LGS നിലവാരത്തിലുള്ള എല്ലാ ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ട് നമുക്ക് ഇത് 10th ലെവലുള്ള 2023 എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? +2 ലെവൽ എടുക്കാം. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് വരാം. ഓക്കെ, തീർച്ചയായിട്ടും അതിന് നിങ്ങൾ സപ്പോർട്ടാണ് കേട്ടോ വേണ്ടത്. നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് വേണം. 32 ടോപ്പിക്കുകളും ഹോട്ട് ടോപ്പിക്കുകളാണ്. ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്നൊക്കെ സെലക്റ്റീവായിട്ട് 11ഉം 12ഉം SCRT +1 +2 ഒക്കെ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തുക. റാങ്ക് വേണ്ടേ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അപ്പോൾ പിന്നെ ഒന്നുകൂടി പറയണേ, നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. നമ്മുടെ മുന്നിലുള്ള ചാനലിലൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ സമയങ്ങളിൽ കൊടുക്കാൻ വിടുകയാണ്. ഓക്കെ, എനിക്കും പഠിക്കണ്ടേ, നമുക്ക് സമയമില്ലല്ലോ. ഓക്കെ, ഇനി അപ്പോൾ അതുകൊണ്ട് ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്കിൽ കൂടി ചെയ്യാം. നിങ്ങൾ കൂടുതൽ കുറച്ച് ഇപ്പം നമ്മൾ പുതിയതായിട്ട് ചാനൽ സ്റ്റാർട്ട് ചെയ്താണല്ലോ, അതുകൊണ്ട് ടെലിഗ്രാം ഗ്രൂപ്പിൽ കുറച്ച് പേരും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഡെയിലി ഒരു 10 കറണ്ട് അഫെയർ വെച്ചിട്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്ത് പോകാം കേട്ടോ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് വേണേ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്നായി പഠിക്കുക കേട്ടോ, നന്നായി പഠിക്കണേ.